നമസ്കാരം. ജോൺസൺ ടോക്സിലേക്ക് സ്വാഗതം. 5 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ബോംബെ ഹൈക്കോടതി ഒരു പ്രത്യേക കേസിൽ ഞെട്ടലും ഖേദവും രേഖപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്ന ദിവസം സ്റ്റാൻ സ്വാമിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു, അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല, അതുകൊണ്ട് ഈ ജാമ്യാപേക്ഷ തുടരേണ്ടതില്ല. ആ ഘട്ടത്തിലാണ് കോടതി അഗാധമായ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തിയത്. ആ കണ്ണുനീർ മുതലക്കണ്ണീരായിരുന്നു, ആ ഞെട്ടൽ കൃത്രിമമായിരുന്നു എന്ന് പരിശോധിക്കാൻ 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടും സാധിക്കും. കാരണം കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് ആ ഞെട്ടൽ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ എത്രമേൽ നടപടികൾ ജുഡീഷ്യറിയിൽ നിന്ന് കൈക്കൊണ്ടു എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തും. ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹം തൻ്റെ ജീവിതകാലം അത്രയും വിവിധ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ അവരുടെ ഉന്നമനത്തിന്, അവരുടെ നന്മയ്ക്ക് തൻ്റെ ജീവിതം മുഴുവൻ അർപ്പിച്ച് പ്രവർത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിന് നമുക്ക് കാണുന്ന ജീവിത രീതി. അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ച കുറ്റം, അദ്ദേഹം പ്രവർത്തിയെടുക്കുന്നത് ജാർഖണ്ഡിലാണ് എങ്കിലും മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ദളിത് ബ്രാഹ്മിൻ സംഘർഷത്തിൻ്റെ 200ാം വാർഷികം ആചരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു സംഘർഷമുണ്ടാവുകയും തൻ്റെ അസാന്നിധ്യത്തിൽ അവിടെ നടന്ന സംഘർഷത്തിന് ജാർഖണ്ഡിലുള്ള സ്റ്റാൻ സ്വാമി ഉത്തരവാദിയാണ് എന്ന തരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും ആദിവാസി നേതൃത്വത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ആ കൂട്ടത്തിൽ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ 83 വയസ്സായിരുന്നു. 84ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ടുള്ള അസുഖങ്ങൾ വർദ്ധിക്കുകയും വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ അദ്ദേഹം പരിക്ഷീണിതനാവുകയും അദ്ദേഹത്തിന് പാർക്കിൻസൺസ് എന്ന രോഗം ബാധിക്കുകയും ചെയ്തു. പാർക്കിൻസൺസ് എന്ന രോഗം അതിനെ സംബന്ധിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന് കൈകൾ വിറയ്ക്കുമായിരുന്നു. ആ വിറ ക്രമേണ വർദ്ധിച്ചു വരികയും ആന്തരിക അവയവങ്ങളെ കൂടി ബാധിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമെത്തും. സാധാരണ നിലയിൽ 84 വയസ്സുള്ള ഒരാൾക്ക്, പാർക്കിൻസൺസ് രോഗബാധിതനായ ഒരാൾക്ക്, അദ്ദേഹത്തിന് സ്വന്തമായി ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിന് സാധിക്കില്ല. അദ്ദേഹം ജയിലിൽ നിന്ന് കൊടുത്ത ഒരു അപേക്ഷ, അദ്ദേഹം ജയിലിലായിരിക്കുമ്പോൾ കൊടുത്ത അപേക്ഷ ഇന്ത്യ മുഴുവൻ പലതവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. തനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സ്പൂൺ അനുവദിക്കണം, തനിക്ക് വെള്ളം കുടിക്കാൻ, ജലപാനം ചെയ്യാൻ എനിക്കൊരു സ്ട്രോ അനുവദിക്കണം. അങ്ങനെ ഒരു സിപ്പറിന്, ഒരു സ്ട്രോക്ക്, ഒരു സ്പൂണിന് ഒക്കെ വേണ്ടിയുള്ള ഹർജികളാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം മുമ്പൊരിക്കൽ ഈ ഹർജികൾ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഹർജി കൊടുത്തു. ആ ഹർജി ഒരു കഷണം തുണി 84 വയസ്സായ ആ വയോവൃദ്ധന് തണവിൽ നിന്ന് രക്ഷ തേടാൻ, മഹാരാഷ്ട്രയിലെ ജയിലിൽ അദ്ദേഹം കഴിയുന്ന അവസരത്തിൽ തണവിൽ നിന്ന് രക്ഷ നേടാൻ ഒരു കഷണം തുണി, അതിനു വേണ്ടിയുള്ള അപേക്ഷയും അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. സ്നേഹിതരെ, സിപ്പറിനും സ്ട്രോക്കും വേണ്ടിയുള്ള അപേക്ഷ അത് പരിഗണിക്കുന്നത് നീട്ടി വയ്ക്കുകയാണ് ഉണ്ടായത്. ഒബ്ജക്ഷൻ ആൻഡ് ഹിയറിംഗ് സാധാരണ നമ്മൾ കോടതിയിൽ കേൾക്കുന്ന, സാധാരണ കോടതികളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒബ്ജക്ഷൻ ആൻഡ് ഹിയറിംഗ് എന്ന് പറഞ്ഞ് 1, 2, 3 തവണ നീട്ടിവെക്കുന്ന ഘട്ടത്തിൽ അപ്പോഴാണ് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുന്നത്. ആ മരണത്തിന് കീഴ്പ്പെട്ടതിന് ശേഷം ജാമ്യ ഹർജി വിചാരണയ്ക്ക് വന്ന ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ബോംബെ ഹൈക്കോടതി ഞെട്ടൽ രേഖപ്പെടുത്തിയത്. 5 വർഷത്തിനിപ്പുറം എന്ത് സംഭവിച്ചു ആ ഞെട്ടലിന്? 5 വർഷത്തിനിപ്പുറം എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു ഇത്തരം വിചാരണ നേരിടുന്ന തടവുകാരെ സംബന്ധിച്ച് എന്നത് ഒരു പ്രസക്തമായ ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്, ജുഡീഷ്യറിയിൽ നിന്ന് ചില നല്ല വിധി പ്രസ്താവങ്ങൾ ഈ ഘട്ടത്തിലുണ്ടായി. പ്രത്യേകമായി പറയേണ്ടുന്നത്, പ്രത്യേകമായി ശ്രദ്ധയിൽ വരുന്ന ഒരു വിധി, അത്തരം നിരവധി വിധിന്യായങ്ങളുണ്ട് എങ്കിലും ഒരു പ്രത്യേക ജാമ്യാപേക്ഷ പരിഗണിച്ചത് ഒരു വെക്കേഷൻ ദിവസം പ്രത്യേകമായി കോടതി കൂടി. ആ പ്രത്യേകമായ കൂടിയ കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാർ പങ്കെടുത്തു. ആ ജഡ്ജിമാർ എഴുതിയ വിധിന്യായത്തിൽ പറഞ്ഞു,
ഒരാൾ ജയിലിൽ കിടക്കുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരാളെ ജയിലിൽ കിടത്തരുത്, ജയിൽ ഒരു എക്സെപ്ഷനാണ്, ബെയിലാണ് നീതി എന്ന് കൃഷ്ണയ്യർ എത്രയോ വർഷം മുമ്പ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തെ കോട്ട് ചെയ്ത് വളരെ സവിസ്തരമായി മനുഷ്യരുടെ അവകാശങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു വിധിന്യായം ഈ ഘട്ടത്തിലുണ്ടായി. ആ വിധിന്യായം മറ്റാരുടേതുമല്ല, അത് ശ്രീ അർണബ് ഗോസ്വാമി എന്ന ഇന്ത്യയിലെ അറിയപ്പെടുന്ന വലതുപക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുടെ ജാമ്യഹർജിയായിരുന്നു. ആ ജാമ്യഹർജിക്കകത്ത് കോടതി പറഞ്ഞത് ഒരാൾ അനാവശ്യമായി 1 മണിക്കൂർ പോലും ജയിലിൽ കിടന്നുകൂടാ എന്നാണ് ആ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. അർണബ് ഗോസ്വാമിയുടെ കേസിൽ കോടതി പിന്നെയും പല കാര്യങ്ങൾ സൂചിപ്പിച്ചു. അർണബ് ഗോസ്വാമിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഒരു കരാർ പ്രവൃത്തി ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് എത്രയോ സംഖ്യ കൊടുക്കാനുണ്ട് എന്ന കാരണത്താൽ ആ കരാറുകാരൻ ആത്മഹത്യാക്കുറിപ്പ് എഴുതി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആത്മഹത്യാ പ്രേരണയായിരുന്നു അർണബ് ഗോസ്വാമിക്കെതിരെ ചാർത്തിയിരുന്ന കുറ്റം. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് വേണ്ടുന്ന ആവശ്യമായ ഘടകങ്ങൾ ഈ കുറ്റത്തിലില്ല എന്നതുകൊണ്ടാണ് അർണബ് ഗോസ്വാമിക്ക് പ്രത്യേകമായ പരിഗണനകളോടുകൂടി ജാമ്യാപേക്ഷ അനുവദിക്കാനും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വിടുതൽ കിട്ടുവാനും ഇടവന്നത്. സ്നേഹിതരെ, ആയിരക്കണക്കിന് തടവുകാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും UAPA ചുമത്തി ഇന്ത്യയിലാകമാനം ഇപ്പോഴും ഉള്ള ആയിരക്കണക്കിന് തടവുകാരെ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റം ഈ വിധികൾ കൊണ്ടുണ്ടായോ, ഈ നേരത്തെ സൂചിപ്പിച്ച ഞെട്ടൽ കൊണ്ടുണ്ടായോ എന്നതൊക്കെ വളരെ വളരെ ചിന്തനീയമാണ്. ആ വിധിന്യായത്തിൽ, അർണബ് ഗോസ്വാമിയുടെ വിധിന്യായത്തിൽ ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. അത് യാദൃശ്ചികമാണെങ്കിൽ പോലും അത് വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഒരാൾക്ക് ഈ അർണബ് ഗോസ്വാമിയുടെ ചാനലിനെ സംബന്ധിച്ച്, റിപ്പബ്ലിക് ചാനലിനെ സംബന്ധിച്ചും മറ്റും അവിടെ മറ്റേ ജാമ്യ ഹർജി വന്ന ഘട്ടത്തിൽ ബഹുമാന്യനായ കപിൽ സിബിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമധ്യേ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ആ പ്രസംഗമധ്യേ യാദൃശ്ചികമായി സൂചിപ്പിച്ച കാര്യങ്ങൾ പോലും ജഡ്ജ്മെന്റിൽ കുറിക്കുകയും ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ചാനൽ പ്രവർത്തിപ്പിച്ചാൽ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചാനലിൽ പറഞ്ഞാൽ കേൾവിക്കാർക്ക്, കാണികൾക്ക് അത് ഓഫ് ചെയ്ത് അതല്ലെങ്കിൽ മറ്റൊരു ചാനലിലേക്ക് മാറിക്കാണുന്നതിന് പകരം ആ ചാനലിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു പ്രസംഗം നാളെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നടത്തിയാൽ നിങ്ങൾക്ക് ആ പ്രസംഗം കേൾക്കാതിരിക്കാം എന്നല്ലേ അതിൻ്റെ ഏറ്റവും മനസ്സിലാക്കേണ്ടുന്ന അർത്ഥം. അത്തരത്തിൽ വിധികൾ, വിധിന്യായങ്ങൾ ഒക്കെ പോകുന്നത് ഏത് ദിശയിലേക്കാണ് എന്ന് ചിന്തിക്കാൻ, ഒന്ന് പുനരാലോചിക്കാൻ, നമ്മൾ നീങ്ങുന്നത് ഏത് വഴിയിലാണ് എന്ന് മനസ്സിലാക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജോൺസൺ ടോക്സ് അവസാനിപ്പിക്കുന്നു. നന്ദി.